പ്രവാസ ലോകത്തിലെ വാർത്തകളിലേക്ക്. UAE-യിൽ മൂല്യവർദ്ധിത നികുതി വീണ്ടെടുക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ ഇതിനായി ലഭിച്ചത് 27 ലക്ഷം അപേക്ഷകൾ. ദിവസേന 15,000 ഇടപാടുകളാണ് ടാക്സ് ഫ്രീ ടാഗിൽ രജിസ്റ്റർ ചെയ്യുന്നത്. 18 വയസ്സിന് മുകളിലുള്ള വിനോദസഞ്ചാരികൾക്ക് ടാക്സ് റീഫണ്ടിന് അർഹതയുണ്ട്. സ്വർണം, വജ്രം, ആഭരണം മാത്രമല്ല, ടാക്സ് ഈടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വാറ്റ് തുക തിരികെ ലഭിക്കും. പ്ലാനറ്റ് എന്ന കമ്പനിക്കാണ് UAE-യിൽ ടാക്സ് ഫ്രീ രജിസ്ട്രേഷന് അനുമതിയുള്ളത്. 2023 ജൂൺ 30 മുതൽ 2024 ജൂൺ 30 വരെയുള്ള കാലയളവിൽ വിനോദസഞ്ചാരികളിൽ നിന്നുള്ള 5.13 ദശലക്ഷം ഇലക്ട്രോണിക് ടാക്സ് റീഫണ്ട് അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്തു. പ്രതിദിനം ശരാശരി 14,000 ഇടപാടുകളാണ് നടന്നത്. പ്ലാനറ്റ് ടാക്സ് ഫ്രീ രജിസ്ട്രേഷനുള്ള കടകളിൽ നിന്നായിരിക്കണം സാധനം വാങ്ങേണ്ടത്. പേര്, പാസ്പോർട്ട് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ നൽകി ഡിജിറ്റൽ ടാക്സ് ഫ്രീ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണം. ഡിജിറ്റൽ ടാക്സ് ഫ്രീ സംവിധാനമുള്ള കടകളാണെങ്കിൽ ബിൽ SMS ആയി ലഭിക്കും. പഴയ സംവിധാനമുള്ള കടകളാണെങ്കിൽ പ്രിന്റഡ് ബില്ലിനു പുറത്ത് ടാക്സ് ഫ്രീ ടാഗ് സീൽ ചെയ്തു തരും. വാറ്റ് തുകയുടെ 87% വിനോദസഞ്ചാരികൾക്ക് തിരികെ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പാസ്പോർട്ട് സേവനം സെപ്റ്റംബർ 2 വരെ തടസ്സപ്പെടുമെന്ന് ഇന്ത്യൻ എംബസി. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഇന്നലെ മുതലാണ് പാസ്പോർട്ട് സേവാ പോർട്ടൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത്. വെബ്സൈറ്റ് തകരാർ പരിഹരിക്കുന്നതുകൊണ്ടാണിത്. വിസ സേവനങ്ങൾക്ക് തടസ്സമില്ലെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. തത്കാൽ പാസ്പോർട്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സമയത്ത് ലഭിക്കില്ല. ഈ ദിവസങ്ങളിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് നൽകിയവർക്ക് പുതുക്കിയ നികുതി SMS ആയി ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം നടപ്പിലാക്കുന്നു. ജീവനക്കാർക്ക് സ്മാർട്ട് ഫോണുകൾ വഴി ഹാജർ രേഖപ്പെടുത്താം. പുതിയ സംവിധാനം ആദ്യം ഹ്രസ്വ കാലയളവിലേക്ക് നടപ്പിലാക്കും. ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായാൽ മന്ത്രാലയത്തിലുടനീളം ഈ സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കും. പുതിയ ഹാജർ സംവിധാനം ഉപയോഗിക്കുന്നതിന് ജീവനക്കാർ മൈ ഐഡന്റിറ്റി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും നേടണം. ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പ്ലേയിൽ നിന്നോ ടൈം 365 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇൻഡിഗോ എയർലൈൻസ് ബംഗളൂരുവിനും ജിദ്ദയ്ക്കുമിടയിൽ നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നു. സെപ്റ്റംബർ 30 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ 6 സെക്ടറുകളിലേക്കായി ആഴ്ചയിൽ 49 സർവീസ് ഉണ്ടാകും. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വ്യാപാര ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിന് പുതിയ സർവീസ് ഉപകരിക്കും. ഇത് വിപണിയിലുടനീളമുള്ള ബിസിനസ്സുകൾക്ക് എളുപ്പത്തിലുള്ള പ്രവേശനം സുഗമമാക്കും. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കും ഉപകാരപ്പെടും. മതപരമായ യാത്രകൾ ലളിതമാക്കുക മാത്രമല്ല, ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സൗദി അറേബ്യയിലെ സന്ദർശകരിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുമുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം ഇത് നിറവേറ്റുന്നുവെന്ന് ഇൻഡിഗോയുടെ ഗ്ലോബൽ സെയിൽസ് മേധാവി വിനയ് മൽഹോത്ര പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒമാനിൽ മരുന്നുകൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി വരുന്നു. മരുന്നിറക്കുമതി കുറയ്ക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. നിരവധി മരുന്ന് ഉൽപാദന ഫാക്ടറികൾ സ്ഥാപിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നത്. 3 മരുന്ന് ഫാക്ടറികളുടെ നിർമ്മാണം നടന്നുവരികയാണ്. നിലവിൽ 90% മരുന്നുകളും വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഒമാനിൽ ആവശ്യമായ 30% മരുന്നുകൾ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുന്നത്. ബ്രിട്ടൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്ന് മരുന്നുകൾ അടിയന്തരമായി ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.